ഇതാണ് ഈ പറയുന്ന വ്യാജ സോപ്പ്. ഇത് നമ്മുടെ കടകളിലൊക്കെ ഇതൊക്കെ വൻ വിലയ്ക്ക് പല വലിയ കുത്തക കമ്പനികളൊക്കെ വിൽക്കുന്ന സോപ്പാണ്. അതിൻ്റെ രൂപത്തിലും ആ നിറത്തിലുമൊക്കെയാണ് ഇതുപോലുള്ള സോപ്പുകൾ നിർമ്മിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വിപണനത്തിന് എത്തിക്കുന്നത്. ഇതുപോലൊരു ഹോൾസെയിൽ കട, ഇവിടെ നിന്നാണ് ഇത് പല സ്ഥലത്തും ചില ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നു, വീട് വീടാന്തരം കയറി വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നിയമപരമായ പ്രശ്നമെന്ന് പറയുന്നത് രേഖകൾ ഇതിലൊന്നുമില്ല. ഇത് ആര് മാനുഫാക്ചർ ചെയ്തു, എവിടെയാണിത് നിർമ്മിച്ചത്, എന്താണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പതിപ്പിക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുള്ള നിയമമാണ്. ആ നിയമം പാലിക്കാത്തത് കൊണ്ടാണ് നമുക്കിതിനെ വ്യാജ സോപ്പ് എന്ന് വിളിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളർ, ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ, റീജിയണൽ ഡ്രഗ്സ് കൺട്രോളറിൻ്റെ ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള ശ്രീ സജു സാറേ, ഇതിലിപ്പോൾ നിയമപരമായി എന്ത് തെറ്റാണ് ഇതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? അതായത് സോപ്പ് എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക്കാണ്, സൗന്ദര്യവർദ്ധക വസ്തുവിൻ്റെ ഇത് നിർവചനത്തിൽ വരുന്നതാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ, അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ആരാണ്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഡീറ്റെയിൽസ്, ബാച്ച് നമ്പർ, ഇതിനകത്ത് TF സോപ്പ് ആയതുകൊണ്ട് TF ടോട്ടൽ ഫാറ്റി മാറ്റർ എത്രയാണ് എന്നീ വിവരങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. എന്നാണോ മാനുഫാക്ചർ ചെയ്തത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, ഇത്രയും ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടാകണം. ഇത് യാതൊരു വിധമായ സ്പെസിഫിക്കേഷനോ ഒരു ലേബൽ പോലും ഇല്ലാതെയാണ് ബൾക്കായിട്ട് ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്നിട്ട് വെക്കുന്നു. വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ് ഇതിനി ഏത് പേരിൽ വിൽക്കണമെന്ന് പറഞ്ഞ് വിൽക്കുന്നത്. ചിലത് പിയേഴ്സ് എന്ന പേരിൽ വിൽക്കുന്നു, മറ്റുള്ളവർ ഗ്ലിസറിൻ സോപ്പ് എന്ന പേരിൽ വിൽക്കുന്നു, പിന്നെ അവർക്ക് തോന്നുന്ന ഒരു ലേബലിനകത്ത് പതിച്ച് വിൽക്കുന്നു. ഇവിടെ ഈ ബൾക്കായിട്ട് ഇത്തരം സോപ്പുകളാണ് വിൽക്കുന്നത്. ഈ ഗ്രീൻ കളറിലുള്ളത് ചന്ദ്രികയുടെ ഗ്ലിസറിൻ സോപ്പ് എന്ന രീതിയിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ കമ്പനികളുടെ പ്രോഡക്റ്റ് വേറെ ഇവിടെ ഉണ്ട്. അന്നേരം നമ്മൾ വീട് വീടാന്തരം കയറിയുള്ള ബിസിനസ് ആയതുകൊണ്ട് പലപ്പോഴും ഇത് പിടിക്കപ്പെടുന്നില്ല. കാരണം പരാതി കിട്ടിയിട്ടുണ്ടോ സാർ? നമ്മളുടെ വീട്ടിലുൾപ്പെടെ ഈ സാധനം വിൽക്കാനായിട്ട് കൊണ്ടുവന്നതിൽ നിന്ന് തുടങ്ങിയ ഒരു അന്വേഷണമാണ്. പിന്നെ ഇപ്പോൾ കേരള ഡ്രഗ്സ് കൺട്രോളർ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന രീതിയിൽ ഒരു കേരളം വ്യാപകമായി ഡ്രഗ്സ് കൺട്രോളർ ഇൻ്റലിജൻസ് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇത് റെയ്ഡ് നടക്കുകയാണ്. ഇന്ന് കോട്ടയത്തുമൊക്കെ റെയ്ഡ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറിൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലത്ത് ഞങ്ങൾ റെയ്ഡിന് വന്നത്. നടപടികൾ എന്തൊക്കെയായിരിക്കും? ഈ സീസ് ചെയ്ത എല്ലാ സോപ്പുകളും നമ്മൾ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് സോപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അയക്കും. അതും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കേസ് റിസൾട്ട് കിട്ടുന്നതനുസരിച്ച് അതിന് കേസ് നടപടിയിലേക്ക് മുന്നോട്ട് പോകും. ഇത് മാനുഫാക്ചറിങ് ലൈസൻസോ മാനുഫാക്ചറോ ഇല്ലാതെ നിർമ്മിച്ചതിന് ഇവർക്കെതിരെ കേസെടുക്കും. ഇവരിൽ നിന്ന് പർച്ചേസ് ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളും തേടിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. 200 പീസുകൾ, 2 നിറത്തിലുള്ള 200 പീസ് സോപ്പുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് വയലേഷൻ ഓഫ് കോസ്മെറ്റിക് റൂൾസ് നിയമപ്രകാരം ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.